ആരിലെങ്കിലും ചാരി വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അത് ആഴത്തിൽ പഠനവിധേയമാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗവൺമെന്റ് വിരുദ്ധ തരംഗമൊന്നും ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ ചെങ്ങന്നൂരടക്കം നമ്മൾ തോക്കേണ്ടതാണ്. കാരണം വലിയ ഒരു UDF തരംഗത്തിലും CPM-ന്റെ മന്ത്രിമാരിൽ ജയിച്ച 3 പേരിൽ ഒരാളാണ്. എന്താണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ മെസ്സേജ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ നമ്മളിപ്പോൾ അംഗീകരിച്ചല്ലേ മതിയാവും. പരാജയത്തിന് ഇടവന്ന കാരണങ്ങൾ സാധാരണയുള്ള പരിശോധനയല്ല, വളരെ ഗൌരവമേറിയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ആരിലെങ്കിലും ചാരി വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അത് ആഴത്തിൽ പഠനവിധേയമാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രമാത്രം ഒരു റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട സാഹചര്യം എന്താണ്? നമുക്കെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് വളരെ ഗൌരവത്തിൽ പരിശോധിക്കുകയും നമുക്ക് വന്ന കുറവുകൾ ജനങ്ങളോട് തുറന്നു പറയുന്നതാണ്. തീർച്ചയായിട്ടും ആ തുറന്നു പറച്ചിലോടുകൂടി തന്നെ അതിശക്തമായ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക്. ഇപ്പൊ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. 2001 ഇതേപോലെയുള്ള ഒരു പരാജയം ഞങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അത് കഴിഞ്ഞ് അതിശക്തമായി തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ പരാജയം എന്നത് ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു പരാജയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഒരു ഗവൺമെന്റ് വിരുദ്ധ തരംഗമൊന്നും ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ചർച്ച ചെയ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ ചെങ്ങന്നൂരടക്കം നമ്മൾ തോക്കേണ്ടതാണ്. കാരണം വലതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനത്തെ ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ. അപ്പൊ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു നിലപാടാണെങ്കിൽ വലതുപക്ഷത്തിന് സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ ഞങ്ങൾ തോക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ജയിച്ചല്ലോ. അപ്പൊ ഗവൺമെന്റ് വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഓരോ സ്ഥലത്തും ഉണ്ടായ കുറവുകളും ന്യൂനതകളും, മൊത്തത്തിലുണ്ടായ കുറവുകളും ന്യൂനതകളും പരിശോധിച്ച് നമുക്കെന്തെങ്കിലും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് തിരുത്തി നമ്മൾ കൂടുതൽ സജീവമായി ജനങ്ങൾക്കിടെ പ്രവർത്തിച്ചാൽ ഒരു സംശയം വേണ്ട, അതിശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പാർട്ടിയും മുന്നണിയും നടത്തിയ പ്രവർത്തനങ്ങൾ അത് വല്ലാത്ത തരത്തിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ക്യാമ്പയിനാണ് വലതുപക്ഷം നടത്തിയത്. എല്ലാ വലതുപക്ഷവും ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നതാണ് പൊതുവായി സ്വീകരിച്ച നിലപാട്. അത് UDF മാത്രമല്ല, UDF അല്ലാത്ത വലതുപക്ഷവും. അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരുടെ ഒരു ഏകോപനം, അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധന്മാരുടെ ഒരു ഏകീകരണം അതിശക്തമായി കേരളത്തിൽ ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മൾ കാണണം. അപ്പോൾ ഓരോ സ്ഥലത്തും ആ വസ്തുത കൂടി വെച്ചുകൊണ്ട് വേണം പരിശോധിക്കാൻ. കാരണം CPM ഇടതുപക്ഷ മുന്നണി 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. വലതുപക്ഷ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരേണ്ടതായിട്ടുണ്ട്. 1959 വിമോചന സമരം പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ദീർഘകാലം കേരളത്തിൽ ഇരുത്താൻ പാടില്ല എന്ന വലതുപക്ഷ ചിന്ത, ആ ചിന്ത ഇപ്പോഴും ശക്തിപ്പെട്ട് തന്നെ നിൽക്കുന്നുള്ള വസ്തുത, ആ ഏകോപനം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ഭൂരിപക്ഷത്തിൽ വന്നിട്ടുള്ള ഈ വ്യത്യാസം എന്ന് വെച്ചാൽ ഏത് വിധത്തിലും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് CPM നയിക്കുന്ന ഗവൺമെന്റ് താഴെ ഇറക്കണം എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വലതുപക്ഷമാകെ ഏകോപിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുത. ഇപ്പൊ BJPയുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കാൻ UDF പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അമ്പലപ്പുഴയിലെ വോട്ടിന്റെ കുറവ് വന്നാൽ, അമ്പലപ്പുഴയിൽ നേരത്തെ തന്നെ പറഞ്ഞല്ലോ BJP വോട്ട് കിട്ടുമെന്ന്, പക്ഷെ 6000 വോട്ട് കുറവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചെങ്ങന്നൂരിൽ 5000 വോട്ട് BJPയുടെ കുറവ് വന്നിരിക്കുന്നു. അപ്പൊ BJPയുടെ വോട്ട് കുറഞ്ഞത് എങ്ങോട്ട് പോയി? BJPക്ക് ജയിക്കാനിട വന്ന മണ്ഡലങ്ങളിൽ UDFന്റെ വോട്ട് എങ്ങനെയാണ് ആ മണ്ഡലങ്ങളിൽ അവർ കൈകാര്യം ചെയ്ത് CPMനെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത്? അപ്പൊ ഇതൊരു ഭാഗത്ത് നമ്മൾ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കണം. നമ്മുടെ കുറവുകൾ പരിശോധിക്കേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ
വലതുപക്ഷത്തിന്റെ ഏകോപനം കേരളത്തിൽ അതിശക്തമായി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. പിന്നീട് വന്ന ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ വല്ലാത്ത തരത്തിൽ പ്രചരിപ്പിക്കാൻ UDF ശ്രമിച്ചു. ഒരു ചെറിയ ഭാഗമെങ്കിലും അത് വീണിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. CPM ഇടതുപക്ഷം അല്ലെ CPM നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടി ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന തരത്തിൽ നടത്തിയ ക്യാമ്പയിനിൽ കുറച്ചാളുകളെങ്കിലും വീണിട്ടുണ്ടെന്നുള്ള വസ്തുത. അതെല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടിന്റെ പൊതുവായ കണക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ടെന്നുള്ള വസ്തുത. മൊത്തത്തിൽ ന്യൂനപക്ഷം നമുക്ക് എതിരാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പല മണ്ഡലങ്ങളും ഇപ്പോൾ ജയിച്ച മണ്ഡലം ജയിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ലഭിക്കേണ്ടതായ കുറച്ച് വോട്ടുകൾ തെറ്റിദ്ധാരണ മൂലം ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന തരത്തിൽ നമ്മളെന്തോ ഒരു ഭൂരിപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന തരത്തിലുള്ള ഒരു കൊണ്ടുപിടിച്ച ഒരു ക്യാമ്പയിൻ വലതുപക്ഷം നടത്തി. അത് നമ്മളെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.